ഗ്രേസിയ ലോതാത്തോ ജെസു ക്രിസ്തോ. എല്ലാവർക്കും ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. റോമിലെ പ്രസിദ്ധമായ പാന്തയോൺ എന്ന് പറയുന്ന മനോഹര സൗധത്തിൻ്റെ മുൻപിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് ആശംസകൾ അറിയിക്കുന്നത്. AD 1-ാം നൂറ്റാണ്ടിൽ നിർമ്മിതമായ ഈ ദേവാലയം വളരെ പ്രസിദ്ധമാണ്. ഈ കെട്ടിടത്തിനെ അറിയപ്പെടുന്നത് പാന്തയോൺ എന്നാണ്. ഒറിജിനലി ഇത് ഒരു ക്രിസ്ത്യൻ ദേവാലയമായിരുന്നില്ല. 1-ാം നൂറ്റാണ്ടിൽ സർവ്വദൈവ ആരാധനയ്ക്കായിട്ട് പാൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഓളെന്നും തയോണെന്ന് വെച്ചാൽ എല്ലാ ദൈവങ്ങൾക്കും വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിരുന്ന ഒരു പേഗൻ ദേവാലയമായിരുന്നു പാന്തയോൺ എന്ന് പറയുന്ന ഈ മഹാസൗധം. റോമിൽ ക്രൈസ്തവ മതം പ്രാബല്യത്തിൽ വന്നതോടുകൂടി മറ്റ് ഉണ്ടായിരുന്ന പ്രാചീന ആരാധനാ രീതികളെല്ലാം നിർത്തൽ ചെയ്യുകയും അതുപോലെയുള്ള ആരാധനാലയങ്ങളെല്ലാം തന്നെ ക്രൈസ്തവ ദേവാലയങ്ങളാക്കി മാറ്റപ്പെടുകയും ചെയ്തു. ഇതോടൊപ്പം 6-ാം നൂറ്റാണ്ട് മുതൽ ഈ ഒരു കൺസ്ട്രക്ഷൻ പരിശുദ്ധ കന്യകാമാതാവിൻ്റെ ഒരു ദേവാലയമായിട്ടാണ് മനസ്സിലാക്കുന്നതും കരുതപ്പെടുന്നതും. 2000-ഓളം വർഷം പഴക്കമുള്ള ഒരു ഡോം, ഒരു കൺസ്ട്രക്ഷനാണ് നമ്മുടെ മുൻപിൽ കാണുന്നത്. യാതൊരുവിധ കേടുപാടുകളും കൂടാതെ നിലനിൽക്കുന്നു. ടൺ കണക്കിന് ഭാരമുള്ള മാർബിൾ കല്ലുകൾ ഉപയോഗിച്ചാണ് ഇതിൻ്റെ മുഖഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. പിൻഭാഗം റൗണ്ട് മാതൃകയിൽ ആണ് നിർമ്മിച്ചിട്ടുള്ളത്. വളരെ വലിയ 8 തൂണുകളുടെ 4 നിരകളായിട്ടാണ് ഇതിൻ്റെ പോർട്ടിക്കോ തയ്യാറാക്കിയിട്ടുള്ളത്. യാതൊരുവിധ കേടുപാടുകളുമില്ലാതെ നിലനിൽക്കുന്ന ഈ മഹാസൗധം ഒരു അത്ഭുതമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ടൂറിസ്റ്റുകളുടെ വളരെ വലിയ തിരക്ക് ഓരോ ദിവസവും അനുഭവപ്പെടുന്ന ഈ സ്ഥലത്ത് നിന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. പാന്തയോൺ റോമ സന്ദർശിക്കുന്ന എല്ലാ തീർത്ഥാടകരുടെയും ഒരു പ്രധാന അട്രാക്ഷനാണ്, ഒരു പ്രധാന കേന്ദ്രമാണ്. പാന്തയോണിൻ്റെ മുമ്പിൽ പാന്തയോൺ എന്ന് പറയുന്ന മഹാസൗധത്തിൻ്റെ പിൻഭാഗമാണ് ഈ കാണുന്നത്. എല്ലാവർക്കും റോമിൽ നിന്ന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ആശംസകൾ അറിയിക്കുന്നു.